ടിയാര റോസ്മേരി എന്നു പേരുള്ള ഒരു വനിതാ മജിസ്ട്രേറ്റിനെ നിങ്ങൾ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരാണ് പണ്ട് നെയ്യാറ്റിൻകരയിൽ മജിസ്ട്രേറ്റായിരിക്കുന്ന സമയത്ത് പാറശാല പോലീസ് സ്റ്റേഷനിൽ ഒരു ASIയോട് തട്ടിക്കയറി ആ സംഭാഷണം നമ്മളൊക്കെ കേട്ടതാണ്. ഇരുകാലുകളും തകർന്ന് മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാതായി. അയാളെ പോലീസുകാർ 2 ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആ സമയത്ത് മാഡം ഈ പോലീസുകാരൻ്റെ നേരെ തട്ടിക്കയറി. തൻ്റെ ആരാടോ ചത്തത്, ഞാൻ ഒരാളായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണോ താനിങ്ങനെ പിന്നെയും വിളിക്കുന്നത്, ഇനി മേലിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യും, താൻ വിവരമറിയും, തന്നെ മര്യാദ പഠിപ്പിക്കും എന്നൊക്കെ മാഡം ആക്രോശിച്ചു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമാന്യം പടർന്നു പിടിച്ചു. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ വൈറലായി. അതേ തുടർന്ന് മാഡത്തിനെ ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് തൊട്ടപ്പുറത്തെ കസേരയിലേക്ക് മാറ്റിക്കൊണ്ട് ഹൈക്കോടതി ആ മാതൃക കാണിച്ചു. മാഡമാണെങ്കിൽ പോലീസുകാരനെതിരെ ഒരു പരാതി കൊടുത്തു. അയാളെ ആ സ്റ്റേഷനിൽ നിന്ന് വേറെ ഏതോ ദുനിയാവിലേക്ക് സ്ഥലം മാറ്റുകയോ പുള്ളിയുടെ ഇൻക്രിമെൻറ്റ് മാറുകയോ എന്തൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ളൂ. മുള്ളിയെന്ന ഇലയം വീണാലും ഇലയെന്ന് മുള്ളും വീണാലും ഇപ്പോഴത്തെ കാലത്ത് മുള്ളിലാണ് കേട്ട്. അങ്ങനെ പാവപ്പെട്ട പോലീസുകാരൻ പുലിവാൽ പിടിച്ചു. മാഡമാണെങ്കിൽ പണ്ടത്തേക്കാളും ആത്മവിശ്വാസത്തോട്ട് നീതി നടപ്പാക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് മറ്റ് ചില പരാതികളൊക്കെ ഉണ്ടായി. അത് പിന്നെ ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഈ കഴിഞ്ഞ ദിവസം പാവപ്പെട്ട മാഡത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്വേഷണ വിധേയമായിട്ട് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് നമ്മൾ അറിയുന്നത്. നെയ്യാറ്റിൻകര എന്നൊക്കെ സ്ഥലം മാറി മാഡം ഇപ്പോൾ തൃശ്ശൂരാണ് പ്രവർത്തിച്ചിരുന്നത്. ആ തൃശ്ശൂർ പേരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റായിട്ട് ഉഗ്രപ്രതാപിയായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്യൂൺ ഇവർക്കുള്ള സസ്പെൻഷൻ ഓർഡർ കൊണ്ടുവരുന്നത്. അപ്പോൾ മാഡം വിചാരിച്ചത് എന്തോ അഭിനന്ദന കത്തായിരിക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റായി ഇവരെ സബ് ജഡ്ജിയായിട്ടോ ഇനി നേരിട്ട് ജില്ലാ ജഡ്ജിയായിട്ടോ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വല്ല ഉത്തരവുമായിരിക്കും എന്ന് വിചാരിച്ച് ഇത് തുറന്ന് പൊട്ടിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് സസ്പെൻഷൻ ഓർഡറാണ് എന്നുള്ളത്. മാഡം ഉടനെ തന്നെ അവിടെ നിന്ന് ആ വക്കീലന്മാരെ വണങ്ങി നീതിപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ചേംബറിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത്. ഏതായാലും മാഡത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത ട്രീ കട്ടർ ചാനലിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ട്രീ കട്ടർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ മാഡത്തിൻ്റെ പേരിലുള്ള കുറ്റാരോപണങ്ങൾ അത്ര നിസ്സാരമല്ല. ഈ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ വ്യവസ്ഥയുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു വിചാരിക്കാം, പനിയോ ജലദോഷമോ മൂക്കടപ്പോ തലവേദനയൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറെ പോയി കാണാം, മരുന്ന് വാങ്ങിക്കാം, വാങ്ങിച്ച മരുന്ന് ബില്ല് സഹിതം ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യും, ആ പൈസ നമുക്ക് തരും. പക്ഷേ മരുന്നിന് മാത്രമേ ഈ സൗകര്യമുള്ളൂ. നമ്മുടെ വീട്ടിൽ ബോൺവിറ്റ മേടിക്കുകയാണെങ്കിൽ അതിന് ഈ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുകയില്ല. ബോൺവിറ്റോ ഹോർലിക്സോ എന്തുകൂടി മേടിക്കാം. അതുപോലെ ലിപ്സ്റ്റിക്കോ ക്യൂടെക്സോ നെയിൽ പോളിഷൊക്കെ വാങ്ങിച്ചാലും ഇത് തന്നെ അവസ്ഥ. ഈ മാഡം എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ, അത് മിക്കവാറും ലാക്മേയുടെ ക്രീമായിരിക്കാം, അല്ലെങ്കിൽ മസ്കാര ആയിരിക്കാം, ഐലൈനറായിരിക്കാം, നെയിൽ പോളിഷായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഈ വക സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് മെഡിക്കൽ ബില്ലായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഹൈക്കോടതിയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ ഇത് പരിശോധിച്ചപ്പോൾ ഇതിനൊന്നും റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാൻ വ്യവസ്ഥയില്ല. കിട്ടും ഒറ്റ വ്യവസ്ഥയിൽ. അതെന്താ വെച്ചാൽ ഈ ഉത്തരവാദിത്തപ്പെട്ടൊരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. ഈ ഐലൈനർ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ മസ്കാര വാങ്ങിക്കുന്നത് അതുമല്ലെങ്കിൽ നെയിൽ പോളിഷ് വാങ്ങിക്കുന്നത് മാഡത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ അങ്ങേയറ്റം അത്യാവശ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കും. ഇതുമായിട്ട് മാഡം വല്ല ഡോക്ടർമാരെ സമീപിച്ചോന്ന് എനിക്കറിയില്ല. ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട ഡോക്ടർമാരും ഇങ്ങനത്തെ പണി ചെയ്യില്ല. ഈ മുഖത്ത് ടാൽക്കം പൗഡർ അല്ലെങ്കിൽ നെയിൽ പോളിഷ് അതുമല്ലെങ്കിൽ ഐലൈനർ അല്ലെങ്കിൽ മുഖത്ത് പുട്ടിയടിക്കാൻ വേണ്ട ഉപകരണങ്ങൾ, അതിന് ഉപയോഗിക്കുന്ന ചായം, ഇതൊക്കെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ്, ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ന്യായമായിട്ടും ഡോക്ടർമാർ കൂട്ടാക്കുകയില്ല. കാരണം ഒരാൾ സുന്ദരിയായിട്ട് നടക്കുന്ന ഡോക്ടർമാർക്ക് ഇഷ്ടമല്ല. മനുഷ്യർ പരമാവധി വിരൂപരായിട്ട് നടക്കണമെന്നാണ് ഓരോ ഡോക്ടറും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ മാഡം എന്ത് ചെയ്തു? മാഡം സ്വന്തമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ മഹാരാജ് കോളേജിൽ നിന്ന് പാസ്സായി പോയ ഒരു ധീര വനിത അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ബഹളം ഉണ്ടായിരുന്നില്ലേ? ആർഷോയും മറ്റുമൊക്കെ ചേർന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ്
അവരുടെ ജോലി പോയെന്ന് മാത്രമല്ല, ഇവർ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു കുറ്റക്കാരിയായിട്ട്, കുറ്റവാളിയായിട്ട് അപഹസിക്കപ്പെടുകയും കല്ലെറിയപ്പെടുകയും ചെയ്തു. ഇവിടെ ടിയാര റോസ്മേരി എന്ന് പറഞ്ഞ ഈ മഹതി, ഈ മജിസ്ട്രേറ്റ്, ഒരു നീതിന്യായ കോടതിയുടെ അധിപയായിട്ടിരിക്കുന്ന ഒരു വിദുഷി, അവരെന്ത് ചെയ്തു? ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ലെറ്റർ ഹെഡും വ്യാജമാണ്, ഒപ്പും വ്യാജമാണ്, സീലും വ്യാജമാണ്, വേറൊന്നും വ്യാജമില്ല. ബാക്കിയെല്ലാം സത്യത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ ഈ മൂന്നും വ്യാജമാണ്. അങ്ങനെ ഈ വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലെയിം സബ്മിറ്റ് ചെയ്തു, അഥവാ റീസബ്മിറ്റ് ചെയ്തു. ഇവരുടെ ജീവൻ നിലനിർത്താനായിട്ട് നെയിൽ പോളിഷും ടാൽക്കം പൗഡറും അത്യാവശ്യമാണ് എന്ന് ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. അത് കിട്ടിയ വഴിക്ക് പാസ്സാക്കി കൊടുത്താൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇത് കിട്ടിയ ആളുകൾ എന്ന് ചോദിച്ചാൽ ഹൈക്കോർട്ട് വിജിലൻസിനെ ഏൽപ്പിച്ചു. വിജിലൻസുകാരാണെങ്കിൽ മഹാവീരന്മാരാണ്. അവർ ഈ ഡോക്ടറെ നേരിട്ട് കണ്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എൻ്റെ ഒപ്പുമല്ല, എൻ്റെ സീലുമല്ല, എനിക്കറിയാനേ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ പിന്നെ വേറെ യാതൊരു മാർഗ്ഗമില്ലുണ്ടായി. അങ്ങനെ മാഡത്തെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർബന്ധിതമായി. ഈ വിവരമൊന്നും മാഡം അറിഞ്ഞതുമില്ല. മാഡം ഈ സസ്പെൻഷൻ ഓർഡർ കിട്ടിയപ്പോഴാണ് ഇത്ര വലിയൊരു കൊലച്ചതി നാട്ടിൽ നടന്നു എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ മാഡം ഇപ്പോൾ തൽക്കാലം സസ്പെൻഷനാണ് എന്ന് കരുതി മാഡത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. മാഡം ഇനി നീതി നടപ്പാക്കാൻ അവസരം ലഭിക്കാതെ ഒരു അശ്വത്ഥാമാവായിട്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. മാഡത്തിൻ്റെ സാമാന്യത്തിലും കൂടുതൽ സ്വാധീനം നമ്മുടെ നിയമവൃത്തങ്ങളിലുണ്ട്, ഉന്നത നീതിപീഠത്തിലുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് മാഡത്തെ അങ്ങ് മുക്കിൽ വലിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. 6 മാസം വേണ്ട, അതിനുള്ളിൽ തന്നെ മാഡം നിഷ്കളങ്കത തെളിയിച്ച്, നിർദോഷിത്വം തെളിയിച്ച്, നിരപരാധിത്വം തെളിയിച്ച് നീതിപീഠത്തിൽ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ബാക്കിയിരിക്കുന്ന നീതി ഉടനെ തന്നെ വീതിച്ച് ആളുകൾക്ക്, വ്യവഹാരികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. അങ്ങനെ ടിയാര റോസ് മാഡത്തെ ഒതുക്കിക്കളയാം എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മണിയാശം പറഞ്ഞ പോലെ അത് നടക്കുകയില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും മാഡം സത്യം തെളിയിച്ച് ഈ സീതാദേവിയെ പോലെ അഗ്നിശുദ്ധി തെളിയിച്ച് നീതിപീഠത്തിൽ തിരിച്ചെത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് കാണാൻ വേണ്ടി ഞാൻ മാത്രമല്ല, ഈ പരിപാടി കാണുന്ന ഓരോരുത്തരും നിർനിമേഷരായി കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം.